2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കിറ്റെക്സ് MD സാബു M ജേക്കബും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മാധ്യമങ്ങൾക്ക് മുന്നിൽ എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദി പ്രസിലാണ് ഇരുവരും പങ്കെടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഞാനും സാബുജിയും ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നത് ഞാൻ BJPന്റെ സംസ്ഥാന പ്രസിഡന്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് വികസിത കേരളം. അതിനെ ഇനി അസംബ്ലി ഇലക്ഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് NDA ആണ്. ഞാൻ സാബുജി NDAയിൽ ജോയിൻ ചെയ്യുന്ന ആ ദിവസം പറഞ്ഞതാണ്, ഈ ഒരു കാഴ്ചപ്പാട് വിശ്വസിക്കുന്ന BJPന്റെ NDAയിൽ ഇതുവരെ എല്ലാത്തൊരു പാർട്ടിയാണ് 2020. അപ്പോൾ 2020 NDAയിൽ വരുമ്പോൾ ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാടിന് നല്ലൊരു ശക്തി കിട്ടിയിട്ടുണ്ട്, ഒരു നല്ല മൊമെന്റമും കിട്ടിയിട്ടുണ്ട്. ഒന്ന്, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ രാഷ്ട്രീയം കുറിച്ച് ഒരു വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അതാണ് വിവാദം. CPM ആണോ കോൺഗ്രസ് ആണോ മാറി ഭരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം CPM ഭരിച്ചു, അതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചു. പക്ഷേ ഇന്ന് നാടിന്റെ സ്ഥിതിയും നാടിന്റെ അവസ്ഥ നോക്കുമ്പോൾ ഇന്ത്യ കഴിഞ്ഞ 11 കൊല്ലം മുന്നോട്ടിങ്ങനെ കുതിച്ച ചാട്ടം, അതിനെക്കുറിച്ച് ആർക്കും സംശയമില്ല. ഞങ്ങളുടെ എതിരെ നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടീസും അത് സമ്മതിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കുതിച്ച ചാട്ടം നമ്മൾ കാണുമ്പോൾ കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന് അതിനെക്കുറിച്ച് ആണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ല, പേഴ്സണൽ അറ്റാക്ക് ചെയ്യല്ല, പക്ഷേ നാടിന്റെ അവസ്ഥ എന്താണ്, നാടിന്റെ ഭാവി എന്തായിരിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇന്ന് ഇത് വിവാദമല്ല, ഇത് വസ്തുതയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് ടാലന്റിന്റെ കുറവോ അങ്ങനെയൊന്നുമല്ല, അവസരങ്ങളുടെ കുറവാണ്. ഈ നാട് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, ഇൻഫ്ലേഷൻ, ഫുഡ് കോസ്റ്റ്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉള്ളൊരു നാടായി മാറി. കുട്ടികളുടെ ഭാവി പഠിക്കാനാണോ, തൊഴിലവസരങ്ങളാണോ, സ്റ്റാർട്ടപ്പാണോ, ഓൺട്രപ്രണർഷിപ്പ് ആണോ, അതിനെല്ലാം പുറത്തു പോകുന്നു. ഈ ഒരു വസ്തു തന്നെ മാറ്റാനാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന വികസിത കേരളം എന്ന കാഴ്ചപ്പാട്. അതിനെക്കുറിച്ച് വരാൻ പോകുന്ന ദിവസങ്ങളും മാസങ്ങളും ഞങ്ങൾ കുറെ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കും. പക്ഷേ ഈ വിവാദ രാഷ്ട്രീയത്തിനെ മാറ്റി ഒരു വികസന രാഷ്ട്രീയം കൊണ്ടുവരാനാണ് NDAന്റെ ലക്ഷ്യം. അതാണ് ഞങ്ങളുടെ ഒരു ആവശ്യം, ജനങ്ങളുടെ ആവശ്യം അതാണ്. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് കൂടുതൽ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ചോദിക്കുക. അതിനെക്കുറിച്ച് ഞാനും സാബുജിയും മറുപടി പറയാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഞാനൊരു വ്യവസായിയാണ്, ഇപ്പോഴും ഒരു വ്യവസായി തന്നെയാണത്. പക്ഷെ നമ്മുടെ ഈ കേരളം ഇതുപോലെ നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അന്ന് എൻ്റെ ഉദ്ദേശം ചുരുങ്ങിയത് ഒരു നാടെങ്കിലും, ഒരു ഗ്രാമമെങ്കിലും ഒരു മാതൃകാ ഗ്രാമമാക്കി മാറ്റി ഈ നാടിനെ നശിപ്പിച്ചവരോട് വിളിച്ചു പറയണം, ഇതും ഈ കേരളത്തിൽ സാധ്യമാണ് എന്നുള്ള ആ ഒരു നിലപാടിലാണ് ഞാനത് തുടങ്ങി വെച്ചത്. അങ്ങനെ ഞങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്ത്, സമീപ പഞ്ചായത്തുകൾ, 4 പഞ്ചായത്തുകളിൽ ഒരു മോഡൽ വികസനം ഞങ്ങൾ നടപ്പിലാക്കി. അങ്ങനെ വന്നപ്പോഴാണ് അത് എന്തുകൊണ്ട് ഈ കേരളത്തിൽ എമ്പാടും 942 പഞ്ചായത്തുകളിലും നടപ്പിലാക്കിക്കൂടാ എന്നുള്ള ഒരാശയം എൻ്റെ മനസ്സിലുദ്ദേശിച്ചു. അതിനുവേണ്ടി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അപകടം തിരിച്ചറിഞ്ഞ ഇവിടുത്തെ LDFും UDFും ഒന്നിച്ചു ചേർന്ന് എന്നെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എൻ്റെ ലക്ഷ്യം പൂർത്തിയാകണമെങ്കിൽ ഇന്ന് ഇന്ത്യ വികസിച്ച പോലെ, ഇന്ന് നമുക്കറിയാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ
8 വരിയും 10 വരിയും 12 വരി പാതയെല്ലാം നടപ്പിലാക്കുമ്പോൾ കേരളം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളുടെ ഒപ്പം തന്നെ കേരളവും തലയുയർത്തി നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഇന്ത്യയെ ഈ നിലയിലേക്ക് എത്തിച്ച മോഡി സർക്കാരിനോടൊപ്പം NDAയോടൊപ്പം നിന്നാൽ മാത്രമാണ് അത് സാധ്യമാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ NDA ചേരാൻ തീരുമാനിച്ചതും ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇന്നിവിടെ മറ്റു രാഷ്ട്രീയക്കാരെ പോലെ എന്തെങ്കിലും ഒരു പ്രകടന പത്രിക കൊണ്ടുവന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല. നമ്മുടെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, ഇന്നത്തെ യുവതലമുറ എന്താണോ ആഗ്രഹിക്കുന്നത്, ലോകം വളരുന്നതിനോടൊപ്പം ടെക്നോളജി വളരുന്നതിനോടൊപ്പം ഈ കേരളത്തെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാരിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും ഇവിടെ വികസനങ്ങളെല്ലാം നടക്കുന്ന വിവാദങ്ങളാണത്. ഒരു വിവാദം തീരുമ്പോൾ വേറൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ വികസനത്തെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതിൽ നിന്നൊരു മാറ്റം വരണം. അപ്പോൾ നമുക്ക് വികസനം മുന്നോട്ട് കണ്ടുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് 2020 എന്ന പാർട്ടി 3-4 പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി പ്രൂവൺ ചെയ്ത ഒരു സംവിധാനം, അത് ആ ഭരണ സംവിധാനം കേരളമെമ്പാടും നടപ്പാക്കുക. അതോടൊപ്പം തന്നെ മോഡി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയിരിക്കുന്ന വികസന കാഴ്ചപ്പാട്. അപ്പോൾ ഇത് രണ്ടും കൂടി കോമ്പിനേഷൻ വരുന്ന സമയത്ത് കേന്ദ്ര സഹായത്തോട് കൂടിയിട്ട് നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണത്. അപ്പം നമ്മൾ ഇതിനെ ഒരു രാഷ്ട്രീയപരമായിട്ട് കാണുന്നതിനേക്കാൾ ഉപരി നമ്മുടെ കേരളത്തിൻ്റെ ഭാവി, കേരളത്തിൻ്റെ വളർച്ച, വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി, അതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പോൾ വിവാദങ്ങളിലേക്ക് ഇതിനെ വലിച്ചഴക്കാതെ ഈ ഒരു കോമ്പിനേഷനിൽ ഈ കേരളത്തിനുണ്ടാകാൻ പോകുന്ന മാറ്റം എന്താണ്, കേരളം എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്നതായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം പരമ്പരാഗതമായിട്ട് ഇവിടുത്തെ LDFും UDFും കൊണ്ടുവരുന്ന ഒരു വികസന കാഴ്ചപ്പാടല്ല, ഒരു പ്രകടന പത്രികയല്ല ഞങ്ങൾ കൊണ്ടുവരുന്നത്. എന്താണോ കേരളത്തിന് വേണ്ടത്, ഇവിടുത്തെ ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അവരുടെ ക്ഷേമം 100% ഉറപ്പാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസനം, അതായത് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സംസ്ഥാനമാക്കി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ പ്രോമിസ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഈ കേരളത്തിനറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരായിട്ട് ജനിച്ചു വളർന്നവരല്ല, രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരുമല്ല. ഞങ്ങളൊക്കെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഏതാണ്ട് 6 കോടി രൂപയുടെ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരാളാണത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സമൂലമായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവന്നിട്ട് ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ള ആ ഒറ്റ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. അതിൽ തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെയും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററുടെയും ഇവിടെയെല്ലാം മുഴുവൻ സപ്പോർട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് തരാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതിനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ഈ കേരളത്തെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നേട്ടങ്ങൾ മനസ്സിലാക്കി ഇല്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഞാൻ ആദ്യം ഒരു ഗ്രാമം ഒരു മോഡലാക്കി ഇവിടെ ഉയർത്തുക, അത് മറ്റുള്ളവർ പകർത്തുക, അതിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിച്ചത്. അത് 3-4 ആയി. അതിനുശേഷം എന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടുത്തെ LDFും UDFും തടസ്സം നിന്ന് എന്നെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് നിന്നാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതകാലത്ത് ആ ഒരു സ്വപ്നം പൂർത്തിയാകില്ല. അപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇന്ത്യ ഭരിക്കുന്ന 140 കോടി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരിൻ്റെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അത് അതിവേഗം നടപ്പിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എല്ലാവരും ആദ്യം ഈ ഒരു അലയൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, എത്ര സീറ്റിൽ മത്സരിക്കും? സാബു ജേക്കബ് മത്സരിക്കുമോ?
സാബു ജേക്കബ് മത്സരിക്കാൻ വേണ്ടിയിട്ടോ മന്ത്രിയാകാനോ അധികാരത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളല്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഞങ്ങള് ഇതുവരെ ഏത് സീറ്റിൽ മത്സരിക്കണം, എത്ര സീറ്റ് മത്സരിക്കണം എന്നൊരു ചർച്ച പോലും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇന്റൻഷനിലല്ല ഞങ്ങൾ NDAയിലേക്ക് വന്നത്. അവിടെ സീറ്റ് മേടിക്കുക, സീറ്റിൽ തർക്കം നടത്തുക, അത് വില പേശുക, അങ്ങനെ ഒരു ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കാര്യത്തിൽ ഒരു തർക്കവും NDAയിൽ ഉണ്ടാവില്ല. സീറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 0 ആയിരിക്കും 2020 മത്സരിക്കുന്നത്, അവിടെയും തർക്കം ഉണ്ടാവില്ല. പക്ഷേ ഇത് ഉദ്ദേശിക്കുന്നത് സീറ്റില് NDA അല്ല BJP എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ വിജയിച്ചു, 2020 എത്രയിൽ മത്സരിച്ചു വിജയിച്ചു, അതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ രണ്ട് കോമ്പിനേഷനും കൂടിയിട്ട് മത്സരിച്ചാലും ഇല്ലെങ്കിലും കേരളത്തിന് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതിന്റെ റിസൾട്ടാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ ക്ലിയർ ആണ്. അതിലൊരു തർക്കം ഉണ്ടാവില്ല. അങ്ങനെ തർക്കം ഉണ്ടാക്കാനായിട്ട് ആരും ശ്രമിക്കുകയും വേണ്ട. ഞങ്ങൾ കഴിഞ്ഞ എല്ലാവരും 2020 പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ 8 ജില്ലകളിൽ 882 പഞ്ചായത്ത് വാർഡുകളിൽ കോർപ്പറേഷൻ അടക്കം മുനിസിപ്പാലിറ്റി അടക്കം ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രയോജനം എല്ലാ ആളുകൾക്കും, കേരളത്തിലെ എല്ലാ ആളുകൾക്കും കിട്ടണം. അപ്പോൾ അത് ഇന്ന സ്ഥലത്ത് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നമുക്ക് പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേരളത്തിന്റെ ചരിത്രത്തിൽ LDF അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയും അരിവാൾ ചുറ്റിയ കൊടിയും കോൺഗ്രസിന്റെ കൈപ്പത്തിയുടെ കൊടിയും SDPയുടെയും PDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും കൊടി 5 പാർട്ടികളുടെ കൊടി ഒരു വാഹനത്തിൽ വെച്ച് പ്രചരണം നടത്തിയിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേരളത്തിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെയൊക്കെ ഇവര് ശത്രുത സാധാരണ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇവരുടെ തനി സ്വരൂപമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ എന്നിട്ട് ഒരു ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി 25 പാർട്ടികൾ കൂടി മത്സരിക്കുക. ഞങ്ങൾ എന്താ ചെയ്തത്? ആ പ്രദേശത്ത് ആ പഞ്ചായത്തിൽ പ്രാദേശികമായിട്ട് കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് LDFന്റെ ഭരണസമിതി ഭരിച്ച് ആ പഞ്ചായത്തിലെ ജനങ്ങൾ അനുഭവിച്ച ദുരിതം പറയാൻ പറ്റില്ല. അപ്പൊ അവരെക്കാളും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ കണ്ടു. അതുകൊണ്ട് ഞങ്ങൾ ഒരു വിധത്തിലും ഒരു കണ്ടീഷണൽ പിന്തുണയല്ല കൊടുത്തത്. ഞങ്ങളുടെ ആളുകൾ അവിടെ UDFന് മത്സരിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് ചെയ്തു. അത് NDAയുടെ പ്രവേശനമായിട്ടോ ഒന്നും ബന്ധമില്ല. ആ നാടിന്റെ വികസനം, ആ നാടിനെ രക്ഷിക്കുക, ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. കാരണം ഞങ്ങൾ പൊളിറ്റിക്സ് അല്ല നോക്കുന്നത്, ജനങ്ങളുടെ ക്ഷേമമാണ് ഞങ്ങൾ നോക്കുന്നത്, നാടിന്റെ വികസനമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും LDFനേക്കാൾ ഭേദം അവിടെ എന്ന് വെച്ചാൽ പൊതുവെ എല്ലാം പറയുന്നത് അവിടെ ആ പഞ്ചായത്തിൽ ഇപ്പോൾ അവരാണെന്ന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്തു. ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഇലക്ഷന്റെ 45 ദിവസം മുമ്പ് ഒരു പ്രചരണം CPM നടത്തുന്നു, കോൺഗ്രസ് അതിന്റെ ഭാഗമാവുന്നു. കാരണം ബഡ്ജറ്റ് ഒന്ന് കുറച്ചെങ്കിലും പഠിച്ചാൽ, അത് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല, കേരളത്തിൽ എന്തെല്ലാം ആ ബഡ്ജറ്റിൽ കിട്ടി, നരേന്ദ്രമോദി സർക്കാർ എന്തെല്ലാം തന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർക്കെല്ലാം മനസ്സിലാവും. ഒരു 2-3 ഉദാഹരണം ഞാൻ പറയാം. ടാക്സ് ഡെവല്യൂഷൻ ടു കേരള 38% വർദ്ധിക്കുന്നു, 37,000 കോടി. ഗ്രാന്റ് ഇൻ എയ്ഡ് ഫ്രം സെൻട്രൽ ഗവൺമെന്റ് 13,000 കോടിയായിരുന്നു കഴിഞ്ഞ കൊല്ലം, ഒരു 100% വർദ്ധിക്കുന്നു, 26,000 കോടി, 26,500 കോടി. ഇതൊരു 2 ഉദാഹരണമായിട്ട് പറയാം. പിന്നെ ഇന്നലെ നമുക്കെല്ലാവർക്കും അറിയാം 600 കോടി കൊല്ലം ESI ആശുപത്രിനെ ഒരു ടീച്ചിങ് കോളേജ് ആക്കാൻ ഒരു പ്രപ്പോസൽ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിച്ച് അപ്രൂവ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഇവിടുത്തെ CPM സർക്കാർ എസെൻഷ്യൽ ഈ സർട്ടിഫിക്കറ്റിനെ ചവിട്ടി വെക്കുന്നു. അപ്പോൾ ആരാണ് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്, പദ്ധതികൾ ഉണ്ടാക്കുന്നത്, അത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഇനിയിപ്പോ എയിംസ് അതിവേഗ ട്രെയിൻ
ഇതിനെക്കുറിച്ച് ചോദിച്ചു. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ഹൈസ്പീഡ് പാസഞ്ചർ ട്രെയിൻ അതിൻ്റെ DPR തുടങ്ങാൻ ശ്രീ ശ്രീധരൻ സാറിൻ്റെ കീഴിൽ ഒരു പ്രോജക്റ്റ് DPR ഉണ്ടാക്കാൻ ആ പ്രോസസ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അത് തുടങ്ങുന്നു, അത് കംപ്ലീറ്റ് ആവും. അതിന് 100% പിന്തുണ നരേന്ദ്രമോദിജി സർക്കാർ തരും. ആ DPR എല്ലാം കംപ്ലീറ്റ് ആവണ്ടേ? കംപ്ലീറ്റ് ആയി പഠിച്ച് പരിശോധിച്ച് അതിൻ്റെ ഉറപ്പ് ഞങ്ങൾ NDA ഇവിടെ ഭരിക്കാൻ അത് ഞങ്ങൾ നടപ്പിലാക്കി തരുന്നു ഞങ്ങൾ ഇന്ന് ഉറപ്പ് തരാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എയിംസ് 2017 പ്രഖ്യാപിച്ചതാണ്, മധുരയിലും കേരളത്തിലും. മധുരയിൻ്റെ എയിംസ് അത് നടന്നു, അത് ഉണ്ടാക്കി, പേഷ്യൻ്റ് വരുന്നു, പേഷ്യൻ്റ് പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോറിറ്റി CPM സർക്കാരിന് വിവാദങ്ങൾ ഉണ്ടാക്കുക. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്രയോ തവണ പോയിട്ടുണ്ട്, എത്രയോ കാര്യങ്ങൾ അവിടെ പോയി ചർച്ച ചെയ്യുന്നു. എയിംസിനെ കുറിച്ച് കഴിഞ്ഞ 6 മാസം അവിടെ പോയി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ട്? നിങ്ങൾ അവരോട് ചോദിക്കണം. കാലിക്കറ്റിൽ ലാൻഡ് അക്വിസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? അങ്ങനെ ലാൻഡ് അക്വിസിഷൻ എവിടെ കംപ്ലീറ്റ് ചെയ്തു? ഇതെല്ലാം ചോദിക്കാണ്ട് എയിംസ് വന്നില്ല. കൊല്ലത്തില് നഡ്ഡാജി, ഞങ്ങളുടെ അന്നത്തെ നാഷണൽ പ്രസിഡന്റും ഇന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററും വന്നപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, മാധ്യമ സുഹൃത്തോട് ചോദിച്ചാൽ, കേരളത്തില് എയിംസ് വരുമോ, എവിടെ വരും? അന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, സംസ്ഥാന സർക്കാരും രാജ്യ സർക്കാരും തീരുമാനിക്കും, ഞങ്ങൾ എയിംസ് കൊണ്ടുവരും, അത് എവിടെ കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും, അത് സംസ്ഥാന സർക്കാരും സെൻട്രൽ ഗവൺമെന്റ് ഇരുന്ന് തീരുമാനിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ എന്ന് അന്ന് പറഞ്ഞാണ്. ഇതെല്ലാം മറക്കാം. എന്തിനാണ് നമ്മൾ ഇന്ന് മറക്കുന്നത്? ഈ ഇലക്ഷന് വരുന്ന മുമ്പ് ഇതിനൊരു വിവാദമാക്കി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഇറങ്ങുന്ന CPM കോൺഗ്രസ്, നമ്മൾ എന്തിനാണ് അവരെ വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, 600 കോടിയുടെ ESI ഹോസ്പിറ്റൽ കൊല്ലം ചെയ്യാൻ തയ്യാറായ സെൻട്രൽ ഗവൺമെന്റ് ആരാണ് ചവിട്ടി വയ്ക്കുന്നത്? 600 crores ഇൻവെസ്റ്റ്മെന്റ്. അത് രാഷ്ട്രീയമല്ലേ? ഈ വിവാദം ചെയ്യുന്ന ഒരു രീതിയിൽ സ്റ്റക്കായാൽ ഇതാണ്, ജനങ്ങളാണ് ഇതിന്റെ ഇരകൾ, വികസനമാണ് ഇതിന്റെ ഒരു കാഷ്വാലിറ്റി. അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ. ബഡ്ജറ്റിന് കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങളുണ്ട്. ഈ ഒരു പ്രചരണം ബഡ്ജറ്റിൽ ഒന്നുമില്ല. പിന്നെ ഞാൻ ലാസ്റ്റിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ തുടങ്ങിയത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. അമൃത് ഭാരത് ട്രെയിൻ ഇവിടെ, അമൃത് ഭാരത് സ്റ്റേഷൻ, എത്രയോ സ്റ്റേഷൻ മോഡേണൈസ് ചെയ്യുന്നുണ്ട്, അത് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇലക്ഷന്റെ 60 ദിവസം മുമ്പ് എല്ലാം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കണം എന്നൊരു നിർബന്ധം? അപ്പൊ ഇത് അവരുടെ ഒരു രാഷ്ട്രീയം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹമില്ല. അവരിങ്ങനെ വിവാദങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് വെച്ച് ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദിക്കുക, ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ, ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം. കാരണം 10 കൊല്ലം എല്ലാം ശരിയാവും എന്നൊരു വാഗ്ദാനം കൊടുത്ത സർക്കാരിന് ഇന്നൊന്നും പറയാനില്ല. ശബരിമല കൊള്ള, ശബരിമല നടക്കുന്ന അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഇതിനെങ്ങനെയെങ്കിലും മാറ്റിവെക്കണ്ടേ? അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് പിടിക്കുക. നമ്മള് ഇപ്പോൾ കേരള ബഡ്ജറ്റ് കഴിഞ്ഞു, അതിനുശേഷം നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റും നമ്മൾ കണ്ടു. ഇവിടെ നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്ന എന്താണ്? കേരളത്തിന് ഒന്നും കിട്ടിയില്ല എന്ന്. ഇപ്പൊ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു 6 വരി പാത പോകുന്നുണ്ട്. അത് ആരാ കൊടുത്തത്? 3 ലക്ഷം കോടി. കേരളത്തിന്റെ മുടക്കെത്രയാണ്? വെറും 5500 കോടിയാണ്. 3 ലക്ഷം കോടിയാണ് അതിനു വേണ്ടി കൊടുത്തത്. ഇനിയിപ്പോ ഏറ്റവും അടുത്ത് അങ്കമാലി കുണ്ടന്നൂര്, അതായത് അങ്കമാലി നിയോജക മണ്ഡലം, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, ഇത് ആ ഒരു ബൈപ്പാസ് വന്നു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നത് എറണാകുളം സിറ്റിയുടെ, കൊച്ചിയുടെ വികസനത്തിന് വലിയൊരു നാഴികക്കല്ലാവും. അത് 6 വരി പാതയാണത്.
അതിനുള്ള 6500 കോടി രൂപ മുഴുവൻ തുകയും സ്ഥലം ഏറ്റെടുക്കുന്നത് മുതൽ മുഴുവൻ തുകയും അനുവദിച്ചത് കേന്ദ്ര ഗവൺമെന്റാണത്. അതിന്റെ ഒരു ഫോളോ അപ്പ് നടത്താനോ ഇന്നത് എക്സ്പയറി ആയിപ്പോയി. അത് ഇനി വീണ്ടും റീനോട്ടിഫിക്കേഷൻ ചെയ്യണം. ഈ കഴിഞ്ഞ ദിവസം അവിടുത്തെ ആളുകൾ എല്ലായിടത്തും കുറ്റിനാട്ടി അത് സമയബന്ധിതമായിട്ട് സ്ഥലം ഏറ്റെടുക്കാനോ സർവേയറെ നിയോഗിക്കാനോ കേരള ഗവൺമെന്റ് സാധിച്ചില്ല. അപ്പോ കേന്ദ്ര ഗവൺമെന്റ് പണം അനുവദിച്ചാൽ അത് ഉപയോഗിക്കാനായിട്ട് കേരളത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേന്ദ്രത്തെ കുറ്റം പറയും, മോഡിജിയെ കുറ്റം പറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പണിയെടുക്കണം, പണിയെടുത്താൽ മാത്രമേ സാധിക്കൂ. ഇവിടെ നിന്ന് പ്രോജക്റ്റ് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ട് ഏത് പ്രോജക്റ്റും കേന്ദ്രത്തിൽ വരട്ടെ, ആ സമയത്ത് കേന്ദ്രം അനുവദിക്കും. ഇത് ഒരു പണിയും ചെയ്യാതെ ഞങ്ങള് കടമെടുത്ത് ഞങ്ങൾ പലിശ കൊടുത്തോളാം, ഞങ്ങൾ ശമ്പളം കൊടുത്തോളാം, പെൻഷൻ കൊടുത്തോളാം എന്ന് മാത്രം വിചാരിക്കുന്ന ഒരു ഗവൺമെന്റിന് നിങ്ങൾ നന്നാകണം, ഞങ്ങൾ പണം വെറുതെ തരാമെന്ന് ആരെങ്കിലും പറയോ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ശബരിപാത ഇപ്പോ ഇത്രയും കാലം 25 വർഷമായിട്ടിട്ട് 10 വർഷം പൂർത്തിയാക്കി ഇറങ്ങുന്നതിന് മുമ്പ് പറയാണ് 3800 കോടി രൂപയിൽ പകുതി ഞങ്ങൾ വഹിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ഈ ശബരിപാത ഇതുവരെ നടപ്പിലാക്കാതിരുന്നത്? ആരാ അതിന് ഉത്തരവാദി? NDA ആണോ, BJP ഗവൺമെന്റ് ആണോ, മോഡിജി ആണോ? അപ്പൊ ഇവിടുത്തെ ഗവൺമെന്റുകൾ കാലാകാലങ്ങളിൽ LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഭരിക്കുന്നവര് കേരളത്തിനെ പറ്റി ചിന്തിക്കണം. 1% അവർക്ക് ഈ കേരളത്തോട്, കേരളത്തിലെ ജനങ്ങളോട് കടപ്പാടുണ്ടാവണം. അതില്ലാത്തതാണ് കേരളം നന്നാകാത്തതും കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതും. ഏത് പദ്ധതി ആയിക്കോട്ടെ ശാസ്ത്രീയമായിട്ടുണ്ടാക്കണം, അതിന് ഫോളോ അപ്പ് ഉണ്ടാവണം. ഈ കേരളത്തിന്റെ വികസനത്തിന് അങ്ങനെ ഏത് നല്ല പദ്ധതികൾ വെച്ച് കഴിഞ്ഞാലും NDA ഭരിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി അതിന് മുൻകൈ എടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഡോക്യുമെന്റ്സും അതിന്റെ പ്രാരംഭ കാര്യങ്ങളും ചെയ്യേണ്ട ആളുകൾ ചെയ്യാതെ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ കടന്ന് ആക്രമിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പൊ ആന്ധ്രാപ്രദേശ് നോക്ക്, അവിടെ നടക്കുന്ന വികസനം നോക്ക്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു വൈബ്രന്റ് സ്റ്റേറ്റ് ആയിട്ടാണ് മാറാൻ പോകുന്നത്. കാരണം എന്താ? അവർക്ക് താല്പര്യമുണ്ട്, അവർക്ക് ആവശ്യമുണ്ട്, അവർ പദ്ധതികൾ ഉണ്ടാക്കുന്നു, കേന്ദ്രത്തിൽ അവതരിപ്പിക്കുന്നു, അതിനെ ഫോളോ അപ്പ് നടത്തുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ അനുവദിച്ച ഫണ്ട് പോലും ഉപയോഗിക്കാതെ വീണ്ടും ജനങ്ങളുടെ അടുത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മള് ഇതാണ് ഇന്നത്തെ യുവതലമുറ, യൂത്ത് ഇന്ന് ഈ രാജ്യം ആഗ്രഹിക്കും. നമ്മൾ ഇന്ന് ടെക്നോളജി ഇന്ന് നോക്കുക. ഞാൻ ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഡിജിറ്റൽ യുഗം, ഇന്ന് അമേരിക്കയിൽ പോയാൽ കഴിഞ്ഞാലും ഒന്നല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെന്റ്. ഇന്നും മുഖ്യമായിട്ട് നടക്കുന്നത് ഇതിലാണ് 99%. പക്ഷെ ഇന്ന് ഇന്ത്യയില് ഒരു മീൻ കച്ചവടക്കാരനായിക്കോട്ടെ, ഒരു ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഒരു പെട്ടിക്കടക്കാരനായിക്കോട്ടെ, ആർക്കും നമുക്ക് ഒരു പൈസയും കയ്യിൽ കൊണ്ടേ നടക്കാതെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്ന രീതിയിൽ ഡിജിറ്റൽ യുഗം നമ്മൾ ഇവിടെ നടപ്പിലാക്കി. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കോർപ്പറേറ്റ് അല്ല. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ? ഒരു വ്യവസായിക്ക് രാഷ്ട്രീയത്തിൽ വരാൻ പാടില്ല നിയമമുണ്ടോ? ആർക്കും വരാം. അങ്ങനെയുള്ളവർ വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിന്, ഇന്നത്തെ ലോകത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇന്ന് നമ്മൾ പരമ്പരാഗതമായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി, ഒരു മൂത്രപ്പുര ഉണ്ടാക്കി, ഇതൊന്നും അല്ല ഇവിടെ വേണ്ടത്. നമ്മൾ വളരെ ഹൈടെക് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നടപ്പിലാക്കാനായിട്ടുള്ള ആർജവമുള്ള, മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഈ നാടിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്, ക്ഷേമം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനവും നേതൃത്വവുമാണ് വേണ്ടത്. അതാണ് ഞങ്ങൾക്കുള്ളത്. ആദ്യം ഞാൻ ഒരു ജെന്റ്ലി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, 20 കൊല്ലമായിട്ട് ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. 3 തവണ MP ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ടെക്നോക്രാറ്റ്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ഓന്ത്രപ്രണർ എന്നെല്ലാം പറയുമ്പോൾ ഒരു കാലത്ത് അതായിരുന്നു. പക്ഷെ എൻ്റെ മിഷൻ ഇവിടെ വരുന്ന മുമ്പ് ഇന്ത്യയെ നന്നാക്കാനായിരുന്നു. അതിന് എനിക്കൊരു അവസരം കിട്ടി. 3 കൊല്ലം മന്ത്രിയായിരുന്നു. സാബുജി പറഞ്ഞ പോലെ ടെക്നോളജി മേഖലയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം മോദിജി തന്നു.
അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഡിജിറ്റൽ പേയ്മെൻറ്റും സെമി കണ്ടക്ടറും AI-യും ഇലക്ട്രോണിക് ഇന്നിപ്പോൾ മൊബൈൽ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്ന ആ ഒരു സ്ഥിതി ഇന്ത്യയിൽ നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം ചെയ്യാൻ ഒരു അവസരം കിട്ടി, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഈ നാട്ടിലും ഇവിടുത്തെ യുവാക്കൾക്കും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരമാണ്. ഞാൻ ഇങ്ങനെയാണ് കാണുന്നത്. നിങ്ങളിങ്ങനെ സ്ലോട്ട് ചെയ്യണ്ട, ഞാൻ ലോയറാണ്, മറ്റേതാണ്. ഞങ്ങളെല്ലാം നാടിനെ നന്നാക്കാനും നാടിനൊരു നല്ല ഭാവി സൃഷ്ടിക്കാനും ഇവിടുത്തെ രാഷ്ട്രീയ സംസ്കാരത്തിലൊരു മാറ്റം കൊണ്ടുവരാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. വേറെ ഒരു ലക്ഷ്യവും ഞങ്ങളുടെ മുമ്പിലില്ല. ഇതൊരു സെൽഫ്ലെസ് ആയിട്ട് ആത്മാർത്ഥമായി ഡിറ്റർമിൻഡ് ആയിട്ട് ഞങ്ങൾ വിവാദങ്ങളെല്ലാം സൈഡിൽ വെച്ച് വികസനത്തെക്കുറിച്ച് വീട് കയറി എല്ലാവരോടും മാധ്യമ സുഹൃത്തുക്കളും അവരോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതാണ് നമ്മൾ പോകേണ്ടത്, ഈ ഡയറക്ഷനാണ് പോകേണ്ടത്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ഒരു ഭാവി നമ്മൾ സൃഷ്ടിക്കണം. കാരണം ഇത് ചെയ്തില്ലെങ്കിൽ അടുത്ത 5-10 കൊല്ലം ലോകത്തിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് മാറുമ്പോൾ, ഇന്ത്യന്റെ ലാൻഡ്സ്കേപ്പ് മാറുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇവിടെ എല്ലാം വിട്ട് പുറത്തു പോയി അവിടെ അവരുടെ ടാലന്റ് കാണിക്കും, അവർ സക്സസ്ഫുൾ ആവും. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന്റെ ഗുണമൊന്നും കിട്ടില്ല എന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നു. അതിനുവേണ്ടി ഈ വികസിത കേരളം ഇത് ഞങ്ങൾക്ക് മുദ്രാവാക്യമല്ല, ഇതൊരു ഡെസ്റ്റിനേഷനാണ്, ഇതൊരു ലക്ഷ്യമാണ്. ഇത് സൃഷ്ടിച്ചേ പറ്റൂ. ഇതിനു വേണ്ടി ഞങ്ങൾ എന്ത് ലെവലിൽ വരെ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു ഷെയർഡ് വിഷൻ ഉണ്ട്. ഒരു നല്ല ഭാവി സൃഷ്ടിക്കാൻ, ഒരു നല്ല രാഷ്ട്രീയം, ഒരു പുതിയ രാഷ്ട്രീയം സൃഷ്ടിക്കാൻ ആണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞാൻ ഇത് ഒരു നോൺ ടെക്നിക്കൽ വഴി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നു. 2020 മുമ്പ് ഈ കോവിഡിന്റെ മുമ്പ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ, ഗ്ലോബൽ മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ ചൈന ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മേഖലയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ മാനുഫാക്ചറിംഗ് തുടങ്ങിയത്. ഇന്നിപ്പോ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, ആപ്പിൾ ഫോൺ എന്ന ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, അതിന്റെ 25% മാനുഫാക്ചറിംഗ് ഇന്ത്യയിൽ നടക്കുന്നു. India-US ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ ഏറ്റവും വലിയ ഒരു ഇമ്പാക്ട് ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. അങ്ങനത്തെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ്, ഇലക്ട്രോണിക്സ് കോമ്പോണന്റ് മാനുഫാക്ചറിംഗ്, സെമി കണ്ടക്ടർ, AI ഈ ടെക്നോളജി മേഖലയിൽ ചൈനയുടെ ഡോമിനൻസിന്റെ എതിരെ ഇന്ത്യ ഒരു കോമ്പറ്റീറ്റീവ് ഡെസ്റ്റിനേഷൻ ആവും എന്ന് ആർക്കും സംശയം ഉണ്ടാവുന്നില്ല. അത് വലിയൊരു ഏരിയ ആയിരിക്കും. ഒന്ന്. രണ്ടാമത്തത് മറ്റ് മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, ഗാർമെന്റ് ആണോ, ആപ്പറൽ ആണോ, ഷൂസ് ആണോ, സ്പോർട്സ് വെയർ ആണോ, ഈ കാറ്റഗറിയിലെല്ലാം ഇന്ന് വരെ ഡോമിനേറ്റ് ചെയ്യുന്നത് ചൈനയും വിയറ്റ്നാമും അതുപോലെ തന്നെ 2-3 കൺട്രീസ് ആയിരുന്നു. അതിനെല്ലാം ഇന്ത്യക്ക് നല്ല ഈ മാനുഫാക്ചറിംഗ് എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ് ഏരിയസിൽ നല്ല അവസരമാണ്. ഇത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഇത് കേരളത്തിൽ ഇതുവരെ മാനുഫാക്ചറിംഗ് എന്ന സംവിധാനം ഇല്ല. സാബുജി പോലെ ഒരു പരംവീർ ചക്ര ധൈര്യമുള്ള ആൾ മാത്രം ആണ് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത്. ബാക്കി ആരും ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നില്ല, താല്പര്യമില്ല, നിക്ഷേപമൊന്നും വരുന്നില്ല. അത് മാറ്റാൻ അടുത്ത 5 കൊല്ലം കേരളത്തിന് മുമ്പ് നല്ലൊരു അവസരമാണ്. ഇവിടെ നല്ലൊരു സർക്കാർ വന്നാൽ, ഒരു പ്രോ ഇൻവെസ്റ്റ്മെന്റ്, പ്രോ ജോബ്സ്, പ്രോ ബിസിനസ് സർക്കാർ വന്നാൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യത ഉണ്ട്. ഈ ഇൻഡോ-EU ട്രേഡ് ഡീലും ഇൻഡോ-US ട്രേഡ് ഡീലും. ഇൻഡോ-US ട്രേഡ് ഡീലിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇനി പുറത്തു വരാനുണ്ട്. അത് വരുന്ന കാലത്തിൽ അത് വരും. പക്ഷെ ഇതിനെ കുറിച്ച് ഞാൻ ഒരു സൈഡ് ടോപ്പിക് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 3 ദിവസം മുമ്പ് കണ്ട CPM-ന്റെ ഒരു പോസ്റ്റ്, ഞങ്ങൾ ഇൻഡോ-EU ട്രേഡ് ഡീലിന്റെ എതിരെ ഞങ്ങൾ എതിർക്കുന്നു, ഒപ്പോസ് ചെയ്യുന്നു. ഇത് എന്ത് വെഡിത്തരം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും വലിയ വെഡിത്തരം. കാരണം ഇത് ഇൻഡോ-EU FTA ബാധിക്കുന്നത് ചൈനയാണ്. ചൈനയാണ് ഇന്നിപ്പോ യൂറോപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനുഫാക്ചറിംഗ് സപ്ലയർ. ഇന്ത്യ ഈ ഇൻഡോ-EU FTA
ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യ ആയിരിക്കും EUവിന്റെ ഒരു പ്രധാനപ്പെട്ട സപ്ലയർ ആയിട്ട് മാറുന്നത്. അപ്പോ അതിനെ എന്താ സ്വാഗതം ചെയ്യണ്ടല്ലോ വേണ്ടത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കണല്ലോ വേണ്ടത്. പക്ഷെ ഇങ്ങനെ അവര് രാഷ്ട്രീയം, ഞാൻ പറഞ്ഞില്ലേ, ഈ വിവാദ രാഷ്ട്രീയത്തിൽ ഒരു സ്റ്റക്കായി പോയാൽ തലച്ചോറൊന്നും നടക്കില്ല. വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക, മാനുഫാക്ചർ കോൺട്രവേഴ്സി ഉണ്ടാക്കുക. Indo-EU FTA, Indo-US FTA ഇന്ത്യന്റെ മാനുഫാക്ചറിംഗ് സെക്ടറും തൊഴിലവസരം സൃഷ്ടിക്കാനും നമ്മുടെ കുട്ടികൾക്ക് സ്റ്റാർട്ടപ്പും ഓൺട്രപ്രണർഷിപ്പ് അവസരം സൃഷ്ടിക്കാൻ ഒരു വലിയ കാറ്റലിസ്റ്റ് ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് നടക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വ്യവസായത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളായതുകൊണ്ടും ഈ അമേരിക്കൻ ട്രേഡ് അഗ്രിമെൻറ്റും ഈ ടാരിഫും ഒക്കെ ആയിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരാളായതുകൊണ്ടും ഞാൻ പറയുകയാണ്, ഈ ഇത്തവണ നടന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറ് ഇന്ത്യയുടെ ചരിത്ര വിജയമാണത്. ലോകത്തില് ജപ്പാനും യൂറോപ്പിലും മറ്റ് വികസിത രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത ഒരു ചരിത്ര വിജയം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളതാണത്. എന്നെ പോലെയുള്ള ഒരു വ്യവസായി 100% അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യവസായി ഒരു സുപ്രഭാതത്തില് ഇതുപോലെയുള്ള ഒരു ഭീമമായിട്ടുള്ള ഒരു ടാരിഫ് ഏർപ്പെടുത്തിയപ്പോ ചങ്ക് പൊട്ടിപ്പോയി. ഇനി മുന്നോട്ട് എങ്ങനെ എന്ന് വിചാരിച്ച ആയിരക്കണക്കിന് വ്യവസായികളിൽ ഒരാളാണത്. അന്ന് ഞാൻ പറഞ്ഞു, ഈ ചതിക്കെതിരെ നമ്മൾ മുട്ടുകുത്തരുത്, ഇന്ത്യയുടെ അഭിമാനം കാത്തുരക്ഷിക്കണം. ഇവിടുത്തെ വ്യവസായികൾ കുറച്ച് അനുഭവിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചാലും ഇതുപോലെയുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് മുന്നിൽ നമ്മൾ മുട്ടുമടക്കരുത്. അതിന് തന്റെ ഇടമുണ്ടായ ഒരു നേതാവാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ, പ്രധാനമന്ത്രി മോഡിജി. അതിനാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത്. ഈ ഒരു വർഷക്കാലം അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എത്ര രീതിയിലെല്ലാം ആക്ഷേപിച്ചിട്ടും ഒരു നേതാവ് എത്രത്തോളം പക്വതയോട് കൂടിയിട്ട് സംയമനം പാലിച്ചിട്ട് മാതൃക കാണിച്ചിട്ട് അന്ത്യം വരെ അതിന്റെ വിജയം കാണുന്നവരെ ആ കരാറിൽ അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വിളിച്ച് തീരുവ കുറയ്ക്കേണ്ട സാഹചര്യത്തിലേക്ക് വന്നു. അവിടെയാണ് നമ്മുടെ EU കരാറിന്റെ വിജയം. കാരണം 18 വർഷക്കാലമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ച ഒരാൾക്കും സാധിക്കാത്ത ഒരു കരാറ് ഇവിടെ സാധ്യമാക്കി എന്നുള്ളതാണത്. അപ്പൊ EU കരാറും ഈ പറയുന്ന അമേരിക്കൻ ട്രേഡ് കരാറും കൂടി വരുമ്പോ ഇന്ത്യയുടെ മുന്നിലുള്ള സാധ്യതകള്, ഇന്ന് ഇവിടുന്ന് ചെറുപ്പക്കാർ യുവാക്കള് IT മേഖലകളില് തൊഴിലന്വേഷിച്ച് വിദേശത്തേക്ക് പോകുന്ന തിരിച്ച് വരേണ്ട സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് $89 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്നതെങ്കിൽ അടുത്ത 5 വർഷക്കാലത്തിനുള്ളിൽ അത് 500 ബില്യൺ ആയിട്ട് മാറുമെന്നുള്ളതാണ്. അതേ സ്ഥലത്ത് തന്നെ യൂറോപ്യൻ യൂണിയന്റെ ഏതാണ്ട് $70 ബില്യൺ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിടക്കുകയാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വ്യവസായത്തിന് സുവർണകാലം, ഇതുപോലെ ഒരു കുതിപ്പുണ്ടാകുന്ന ഒരു സമയം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മളുടെ എല്ലാ ഇൻഡസ്ട്രിയുടെയും പ്രോഫിറ്റ് കൂടും, എംപ്ലോയ്മെന്റ്, ബില്യൺസ് ഓഫ് എംപ്ലോയ്മെന്റ് ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റിയ 2 സുപ്രധാന എഗ്രിമെന്റ് ആണ് ഈ പറയുന്ന NDA ഗവൺമെന്റ്, പ്രധാനമന്ത്രി മോഡിജി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുത്തത് എന്നുള്ളതാണ്. അതിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അതിനെ വിമർശിക്കുന്നവര് ഈ ഇന്ത്യ ഒരിക്കലും രക്ഷപ്പെടരുത്, ഇവിടുത്തെ ജനങ്ങള് കഷ്ടപ്പാട് ദുരിതം അനുഭവിച്ച് ഇവിടുത്തെ യുവാക്കള് രാജ്യം വിടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളും അങ്ങനെ ചിന്തിക്കില്ല, അങ്ങനെ ആഗ്രഹിക്കില്ല. നമ്മൾ ആര് പറഞ്ഞു, അല്ലെങ്കിൽ ആരാണ് ആദ്യം സംസാരിച്ചത്? ആരെങ്കിലും ഒരാൾ സംസാരിച്ചല്ലേ പറ്റുള്ളൂ. നമ്മൾ ആരുടെ മുന്നിലാണ് മുട്ടുമടക്കിയത്? ഇന്നോടാണ് വിളിച്ചു പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് വിളിക്കുകയല്ല ചെയ്തത്. നമ്മൾ ഇവിടത്തെ പ്രസക്തി, ഈ കരാറ് കൊണ്ട് ഈ നാടിന്, ഇന്ത്യക്ക് എന്ത് ഗുണമുണ്ടായി, അല്ലാതെ ആരാണ് ആദ്യം വിളിച്ചത്, ആരാണ് ഉച്ചത്തിൽ സംസാരിച്ചത്, ഇതൊന്നും പ്രസക്തിയില്ല.
കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു വർഷം മുമ്പേ മുട്ടുമടക്കി പ്രധാനമന്ത്രി മോഡിജി അവരുടെ കണ്ടീഷന് ഒപ്പിട്ടേനെ. എന്തുകൊണ്ട് ഒരു വർഷം പിടിച്ചു നിന്നു? ഇവിടുത്തെ കർഷകരെ രക്ഷിക്കണം, ഇവിടുത്തെ വ്യവസായികളെ രക്ഷിക്കണം, ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ രക്ഷിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് ഇത്രയുമൊക്കെ സഹിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ വ്യവസായികളെയൊക്കെ പോലെ ഒരുപാട് രീതിയിലുള്ള സഹായങ്ങൾ വന്നു. അതൊന്നും ജനങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞവരാണത്. അപ്പോൾ അത്രമാത്രം സഹായങ്ങൾ ചെയ്ത് പിടിച്ചു നിന്നത് ഇവിടുത്തെ കൃഷിക്കാരെ രക്ഷിക്കണം, ഇവിടുത്തെ വ്യവസായികളെ രക്ഷിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഇത്രയും സഹിച്ചതും ഇത്രയും കാലം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതും. അല്ല, അതിനെക്കുറിച്ച് പിന്നെ ഇന്നലെ പീയൂഷ് ഗോയൽ ജി കോമേഴ്സ് മിനിസ്റ്റർ ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ടല്ലോ. മാർക്കറ്റ് ആക്സസ് ഫാർമിങ്ങും ലേബർ ഇന്റൻസീവ് ഇൻഡസ്ട്രീസ് കൊടുക്കില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് പറയുന്നത്. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതിന് പകരം ഇൻഡയറക്റ്റ്ലി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് മൂല്യം, അതായത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഇവിടുത്തെ വ്യവസായികളെ എക്സ്പോർട്ടേഴ്സിനെ സംരക്ഷിക്കാൻ വേണ്ടി എടുത്ത ഒരു നിലപാടാണത്. ഇപ്പൊ ഈ തീരുമാനം വന്ന ഉടനെ തന്നെ 2 രൂപ മൂല്യം കൂടി. എന്തുകൊണ്ടാത്? അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റ് എടുത്തൊരു നിലപാടാണത്. ഇത് ചൈനയും എടുത്തിട്ടുണ്ട്, കംബോഡിയയും എടുത്തിട്ടുണ്ട്, വിയറ്റ്നാമും എടുത്തിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളും എടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ രാജ്യത്ത് നിന്നുകൊണ്ട് രൂപയെ ഡിപ്രിഷിയേറ്റ് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് വ്യവസായികളെ സംരക്ഷിക്കുന്ന ഒരു നയം. അതിലെന്താ തെറ്റ്? അത് നല്ലതല്ലേ? അത് കലാപവും അതോടൊപ്പം തന്നെ വികസനമില്ലായ്മയും ജനദ്രോഹ നടപടികളുമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ NDAക്കും UDF-നും ഒപ്പം നിൽക്കൂ എന്നാണ്. ആ സമയത്ത് നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും അതിന് പിന്താങ്ങുകയും ചെയ്തവരാണ്. പക്ഷെങ്കിപ്പുറം അദ്ദേഹം പറഞ്ഞ NDA ആയിട്ടാണ് വീണ്ടും കൈ കൊടുത്തത്. ഇതെല്ലാം ഓരോരുത്തരുടെ ആശയങ്ങളാണിത്. ഇപ്പോ ഈ കലാപം NDA എന്ത് കലാപം ഇവിടെ ഉണ്ടാക്കിയത്? BJP എന്ത് കലാപം ഉണ്ടാക്കിയത്? നമ്മൾ ഇവിടുത്തെ LDF-ഉം UDF-ഉം പറയുകയാണ് NDA കലാപം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതാണോ കലാപം? നമ്മൾ വ്യക്തമായിട്ടൊരു കാര്യം പറയണം. ഈ 12 വർഷക്കാലം NDA ഇന്ത്യ ഭരിച്ചു. എന്ത് കലാപമാണ്? ഇന്ത്യക്ക് ദൂഷ്യമായിട്ട് എന്ത് നിലപാടെടുത്തത്? ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 12 വർഷം മുമ്പ് വിദേശങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് കരുതിയിരുന്നത്. ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ നോക്കിയിരുന്ന കാലമുണ്ട്. തല കുനിച്ച് ഞങ്ങൾ നിന്നിട്ടുണ്ട്. ഇന്ന് ആ സ്ഥിതി മാറി. ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറയുമ്പോൾ മോഡിജി ഫസ്റ്റ് പറയുന്ന പേരാണത്. അവർ പറയുന്ന ഇന്ന് നമ്മുടെ തല ഉയർത്തി നിൽക്കാം അന്തസ്സോടെ. ഇന്ത്യ ലോകത്തിൽ തന്നെ ഒരു ശക്തിയായി മാറി. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നേതാവ് ആരാണത്? ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജിയാണത്. വേറൊരു നേതാവുണ്ടോ? റഷ്യൻ പ്രസിഡന്റിനെ പറ്റി പറയുന്നുണ്ടോ? യൂറോപ്യൻ പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ടോ? ചൈനീസ് പ്രധാനമന്ത്രിയെ പറ്റി പറയുന്നുണ്ടോ? അപ്പോൾ ഇന്ന് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ എത്രത്തോളം അതിന്റെ യശസ് ഉയർത്തി, അതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് വ്യക്തമാണ്. അല്ലാതെ കേജ്രിവാൾ പറയുകയാണ് NDA-ക്കാർ കലാപം ഉണ്ടാക്കുന്നവരാണ്. അതല്ല അതിന്റെ ആശയം. ഇവിടെ പിണറായി വിജയൻ, നമുക്കറിയാലോ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഒരു മാസം 2021 12 പ്രാവശ്യം ഇവിടെ ഉണ്ടാകുന്ന മൃഗസംരക്ഷണ ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച് എല്ലാവരും എന്റെ ഫാക്ടറി റെയ്ഡ് ചെയ്തു. ഒറ്റയ്ക്ക് നിന്ന് പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ എനിക്ക് ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയാണ് ഒരു ED വന്നു കഴിഞ്ഞാൽ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതൊക്കെ മനസ്സിലിരുന്നാൽ മതി. ഞങ്ങൾ നിയമം അനുസരിച്ച്, ഇന്ത്യയിലെ നിയമം 100% അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏക ഫാക്ടറി ഞങ്ങളാ. ED അല്ല, CBI അല്ല, CIA അല്ല, KGB വരട്ടെ, അന്വേഷിക്കട്ടെ. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. അതിന് ഒരു ചുക്കം കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്റെ ഒരു രോമം പറിക്കാൻ ഇവർക്ക് സാധിക്കില്ല. ഇതിലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാര്യം, നിങ്ങൾ ഇപ്പോ NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളോടെ നിങ്ങൾ കോടതിയെ സമീപിക്കുക. ഇവിടെ ഹൈക്കോടതി ഉണ്ടല്ലോ, സുപ്രീം കോടതി ഉണ്ടല്ലോ. നിങ്ങൾ തെളിയിക്ക്. എന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഫെമ വയലേഷൻ അല്ലെങ്കിൽ ED-യുടെ സാമ്പത്തിക വയലേഷൻസ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്ക്. പിന്നെ നോട്ടീസ്
ഇൻകം ടാക്സുകാരൻ നോട്ടീസ് അയക്കും, പ്രോവിഡന്റ് ഫണ്ടുകാരൻ നോട്ടീസ് അയക്കും, ESIക്കാരൻ നോട്ടീസ് അയക്കും. അത് അവരവരുടെ തൊഴിലിന്റെ ഒരു ഭാഗമാണത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെയിലി റൊട്ടീന്റെ ഭാഗമാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നുള്ളത്. അതിന്റെ അർത്ഥം ഞാൻ കുറ്റം ചെയ്തു എന്നല്ല. അന്ന് ചെയ്തിരുന്നെങ്കിൽ 1000 കോടിക്ക് തീരാവുന്ന പദ്ധതിയാണ് ഇപ്പൊ 3800 കോടിയായിരുന്നത്. ആരെങ്കിലും അതിനൊരു ആർജവം കാണിച്ചിരുന്നെങ്കിൽ, LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ആ ശബരിപാത വർഷങ്ങൾ, ഒരു 10 വർഷം മുമ്പെങ്കിലും നടപ്പിലായി ആളുകള്, പ്രത്യേകിച്ച് ഭക്തർക്ക് ഏറ്റവും പ്രയോജനം ഉണ്ടായേനെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, മാറി മാറി പരീക്ഷിച്ചില്ലേ. ONDA 5 വർഷം, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, പരീക്ഷിച്ചു നോക്ക്. എന്ത് മാറ്റമാണ്, അടിമുടി ഞങ്ങൾ മാറ്റും. ഈ കേരളത്തില് ഇവര് 60-70 വർഷമായിട്ടുള്ള നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഇരട്ടിയിലധികം ഞങ്ങൾ നടപ്പിലാക്കും 5 വർഷം കൊണ്ട്. ഇതുപോലെ പ്രോമിസ് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുമോ? സാധിക്കില്ല. അല്ല, DMRC ആണ് തുടങ്ങിയിരിക്കുന്നത്. അത് മിനിസ്റ്റർ, കാരണം നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീധരൻ സാറ്. അത് 100%. അത് മന്ത്രി പറഞ്ഞു, അശ്വിനി വൈഷ്ണവ്ജി പറഞ്ഞതാണ്. താങ്കളൊന്ന് അഡ്വൈസ് ചെയ്യും DMRCയെ. DMRC ഇതിന്റെ DPR പ്രിപ്പയർ ചെയ്യും. അതാണ് ഇപ്പൊ നടക്കുന്നത്. അത് തുടങ്ങും. അതിപ്പോ 4 ദിവസം മുമ്പല്ലേ നടന്നത് കാര്യം. അത് കിട്ടും. ഇത് കാണുന്നില്ല. ഡേറ്റ് മുഹൂർത്തൊന്നും തീരുമാനിച്ചില്ല. അത് NDAന്റെ ലിസ്റ്റ് അല്ല, BJPന്റെ ലിസ്റ്റ് ആയിട്ട് ഞങ്ങൾ പുറത്ത് വിടില്ല. NDAന്റെ ലിസ്റ്റ് ഇലക്ഷന് മുമ്പ് വരും. എന്തോ സീറ്റ്? ഓ പിന്നെ അതിപ്പോ എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച ചെയ്യുന്നല്ലേ, ഞാനും തുഷാറും സാബുജി എല്ലാം എല്ലാ ദിവസവും. കറക്റ്റാണ്, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതല്ലോ. അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സാബുജി പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. അതിനുവേണ്ടി ഒരു കാഴ്ചപ്പാട്, അതിനുവേണ്ടി ഒരു പദ്ധതി, അതെല്ലാം കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കുന്ന സ്ഥാനാർത്ഥികളും അങ്ങനെ ആ ബേസിസിൽ ഞങ്ങൾ തീരുമാനിച്ച് ഇതൊരു ഫൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഞങ്ങളിപ്പോ വരാൻ പോകുന്ന ദിവസത്തെ NDA, ഈ സെൻട്രൽ കേരളയിൽ നോക്കാൻ NDAന്റെ ഒരു ഓഫീസ് തുടങ്ങാൻ പോകുന്നു കൊച്ചി. അപ്പോ ഇതെല്ലാം സീരിയസ് ആയിട്ട് വെറുതെ പറയാനല്ല. ഇത് ഞങ്ങൾ ഈ ഇലക്ഷൻ നാടിന് വേണ്ടി, നാടിന്റെ ഭാവിക്ക് വേണ്ടി ഒരു നിർണായകമായ ഇലക്ഷനായിട്ട് കാണുന്നു. അപ്പോ എല്ലാ കാര്യങ്ങളും, ഓർഗനൈസേഷൻ, ടീം, സ്ഥാനാർത്ഥി, ക്യാമ്പയിൻ, ഇതെല്ലാം ഞങ്ങൾ കൃത്യമായി ഒരുമിച്ച് ഇരുന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾ അത് മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കും. വികസനത്തിന്റെ ഭാഗമായിട്ട് നോക്കൂ, സാബുജി പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്ന് ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ ഈ ശബരി ട്രെയിനിനെ കുറിച്ച്. ഈ നാട്ടിൽ ഇപ്പോ എന്തുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്? ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല. ക്ഷേമ പദ്ധതി പെൻഷനേഴ്സിന് കൊടുക്കാൻ പെൻഷൻ 5-6 മാസങ്ങൾക്കാണ് അവർക്ക് കിട്ടുന്നത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് 5 മാസം കഴിഞ്ഞു. ഇന്നും കുടിവെള്ള പദ്ധതി, സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത കുടിവെള്ള പദ്ധതി, ജൽജീവൻ മിഷൻ 100% സെൻട്രൽ ഗവൺമെന്റ് കൊടുത്ത കാശ് കൊടുത്തിട്ടും ഇന്നും 32 ലക്ഷം വീട്ടില് കുടിവെള്ളമില്ല. 6000 കോടി കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ അരിയേഴ്സ് ആണ്. ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ 100 രൂപ കിട്ടുന്ന സംസ്ഥാന സർക്കാരിന്റെ 92% രൂപ പോകുന്നത് കടം, പലിശ, പെൻഷൻസ്. അപ്പൊ 8% 8 രൂപ
എല്ലാ 100 രൂപയിൽ നിന്ന് 8 രൂപ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർ കയ്യിൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. ഇപ്പോൾ കേരള ബഡ്ജറ്റ് നിങ്ങൾ വായിച്ചാൽ 2014 കോൺഗ്രസിന്റെ ബഡ്ജറ്റ് UPA ബഡ്ജറ്റ് വായിച്ചാൽ രണ്ടും ഒരേപോലെ തന്നെ. കാരണം അവിടെയും നശിപ്പിച്ചു വെച്ച് 10 കൊല്ലം കഴിഞ്ഞ് ഇക്കോണമി നശിപ്പിച്ചു വെച്ച UPA സർക്കാർ 10ാമത്തെ കൊല്ലം ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും പറഞ്ഞ് പ്രഖ്യാപിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇവർക്ക് ഈ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഈ സ്ഥിതി മാറ്റിയില്ലെങ്കിൽ നാടിന്റെ ഭാവി ഞാൻ തകർന്നല്ല പറയുന്നത്. പക്ഷെ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഒരു കാശും ഉണ്ടാവില്ല. കടം വാങ്ങിച്ച് ഒരു ഡെറ്റ് ട്രാപ്പിലാണ് കേരളത്തിന്റെ ഇക്കോണമി. അതിനെ മാറ്റാനാണ് ഇന്ത്യന്റെ ഒരു വികസിത കേരളം കാഴ്ചപ്പാട്. സ്വർണ്ണക്കൊള്ളയിലെ ഇതിപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ പറയുന്നത് സോണിയാഗാന്ധിയുടെ ഉൾപ്പെടെ പേര് LDF ഉയർത്തുന്നത്. ഇതിനെ കുറിച്ച് എനിക്ക് പറയാൻ കുറച്ചുണ്ട്, ഒന്ന് കേൾക്കണം. ഞാൻ ഒക്ടോബർ 3-ാം തീയതി ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ അന്ന് പറഞ്ഞതാണ്, ഒന്നും നടക്കില്ല. ഈ SIT ഈ നാടകം 2 മാസം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് 4 മാസം എടുത്തു. 4 മാസം കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പൊ നമ്മൾ കാണുന്നത്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കൊള്ളയിലൊരു ആക്ടർ അയാളെ പുറത്താക്കുന്നു. ഇതിന്റെ പിന്നിൽ എന്താണ്? ഇത് സെപ്റ്റംബർ എൻഡിൽ പുറത്തു വന്ന ഈ കൊള്ള പുറത്തു വന്ന ഉടനെ എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാനത്തിന്റെ ഹോം മിനിസ്റ്റർ. ഹോം മിനിസ്റ്ററിന്റെ കീഴിലാണ് SIT. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇതൊരു വീഴ്ചയാണ്. അപ്പോ ആഭ്യന്തരമന്ത്രി ഒരു വീഴ്ചയാണെന്ന് പറയുമ്പോൾ SITക്ക് ധൈര്യം ഉണ്ടാവും അത് വീഴ്ചയല്ല എന്ന് പറയാൻ? അത് ഞാൻ ഒക്ടോബർ 3-ാം തീയതി എന്റെ ഒന്ന് ട്രാൻസ്ക്രിപ്റ്റ് വായിക്കും, ഞാൻ പറഞ്ഞതാണ്. കാരണം ഞാനിത് കണ്ടതാണ്. കോൺഗ്രസിന്റെ സമയത്ത് 2G സ്കാം നടന്നപ്പോൾ ഞാനത് എക്സ്പോസ് ചെയ്തപ്പോൾ കപിൽ സിബൽ വന്ന് പറഞ്ഞു 0 ലോസ്. എന്നിട്ട് അവരൊരു CBI കേസ് ഫയൽ ചെയ്തു, ജനങ്ങൾ ശ്രദ്ധ തിരിക്കാനും ജനങ്ങളെ വിഡ്ഢിയാക്കാനും. ആ കേസിനെ അവര് വീക്ക്ലി പ്രോസിക്യൂട്ട് ചെയ്തു. രാജയ്ക്ക് എക്വിറ്റൽ കിട്ടി. അതല്ല ഇത് നടക്കുന്നത്. കേസ് വീക്കാക്കുക. എന്താണ് കോർട്ട് പറഞ്ഞത്? നിങ്ങൾക്ക് സമയം തന്നു, നിങ്ങൾ കേസ് കറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യില്ല, അപ്പോൾ ഇയാൾക്ക് ബെയിൽ കൊടുക്കുന്നു. ഇത് ഒരു ഗൂഢാലോചനയാണെന്ന് ഞാൻ ഒക്ടോബർ 3-ാം തീയതി മുതൽ പറയുന്ന കാര്യമാണ്. ഇതില് നീതിയും ഇതിന്റെ പിന്നിൽ ആരാണ്, ഏത് രാഷ്ട്രീയക്കാരാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഇന്ത്യന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നപ്പോൾ പറഞ്ഞ ഒരു വെല്ലുവിളി മുഖ്യമന്ത്രിക്ക്, നിങ്ങൾക്കൊരു സിൻസിയർ ആയിട്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാനാണെങ്കിൽ നിങ്ങൾ തന്നെ ഈ കേസിന് CBI റെഫർ ചെയ്യും. അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ, ആത്മാർത്ഥമായി ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ അന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾ CBI റെഫർ ചെയ്യും. ഇത് നമ്മൾ ഇവിടെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിയുണ്ടല്ലോ, നമ്മളെല്ലാവർക്കും കുറച്ച് ബുദ്ധിയുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കുറിച്ച് അതുപോലെ ബുദ്ധി ഇല്ലെങ്കിലും കുറച്ചെല്ലാം സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലിരിക്കുന്ന പോലീസ് ഇതിന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നു? ചെയ്യോ? അപ്പോ ഞാൻ ഇന്നും പറയുന്നു, താങ്കൾ ഈ മാധ്യമ സുഹൃത്ത് വഴി പറയുന്നു, മുഖ്യമന്ത്രിക്ക് ശകലെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, പ്രതിബദ്ധത ഉണ്ടെങ്കിൽ CBI റെഫർ ചെയ്യുക, ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഇത് ചെയ്തത് വലിയ തെറ്റായിരുന്നു. ശബരിമല ഒരു പുണ്യ സ്ഥലമാണ്. അവിടുന്ന് 4.5 കിലോ സ്വർണം തക്കുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. 1000 ലക്ഷക്കണക്കില് വിശ്വാസികളുടെ ദ്രോഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ കുറച്ച് ശകലം ഉളുപ്പുണ്ടെങ്കിൽ, ശകലം 100% ചോദിക്കുന്നില്ലേ, ശകലം ഉളുപ്പുണ്ടെങ്കിൽ ഇന്ന് താങ്കൾ CBI വിളിക്കുക, ഈ കേസ് അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക, ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. പക്ഷേ താങ്കളുടെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലാണോ നിങ്ങളുടെ കേസ്? അല്ല, ഇന്നലെ കോടതി പറഞ്ഞത്, ഇന്നലെ ഹൈക്കോടതി
ഞാൻ ചാലഞ്ച് ചെയ്യുന്നത് SIT ഇൻവെസ്റ്റിഗേഷൻ. അതെ, അത് ഹൈക്കോടതി താങ്കളുടെ ഹർജിയില് ഹൈക്കോടതി ഇന്നലെ പറഞ്ഞത് ശരിയായ ദിശയിലാണ് അന്വേഷണം എന്നതാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പൊ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം, അതിൽ വിശ്വാസമില്ല എന്നാണോ പറയുന്നത്? ഞാൻ അന്ന് ആദ്യം മുതൽ പറഞ്ഞത് എനിക്ക് SIT ഇൻവെസ്റ്റിഗേഷനിൽ ഒരു വിശ്വാസമില്ല എന്ന് ഒക്ടോബർ ഞാൻ കണ്ടതല്ലേ ഇതെല്ലാം. നമ്മളെല്ലാം അല്ല, ഞാൻ എന്റെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് ചീഫ് മിനിസ്റ്റർ ചെയ്യട്ടെ. ഞങ്ങള് അമിത്ഷാജി വന്നപ്പോ ഒരു എന്താ ഒരു ഏറ്റവും ബഹുമാനത്തോട് പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നിങ്ങളുടെ കീഴിൽ ഇരിക്കുന്ന പോലീസ് എങ്ങനെയാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ? അല്ല ഇതൊരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ? മന്ത്രിമാരില്ലേ, CPI മന്ത്രിമാരില്ലേ, വാസുവിനില്ലേ, കടമ്പള്ളി സുരേന്ദ്രനില്ലേ, അവര് ചോദിക്കാൻ ഏത് പോലീസുകാരനാ ധൈര്യം? അല്ലല്ല, അത് ഹൈക്കോടതിയിൽ ആരാണ് ആർഗ്യൂ ചെയ്തത്, എന്ത് ആർഗ്യൂ ചെയ്തത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ശകലെങ്കിലും ഉളുപ്പ്, ഈ മുഖ്യമന്ത്രി ഭരിക്കുന്ന സർക്കാരിന്റെ കീഴിലല്ല ഈ കൊള്ള നടക്കുന്നത്. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ CBI റെഫർ ചെയ്യട്ടെ. ഹൈക്കോടതി പറഞ്ഞത് എങ്ങനെയാണ്, നിരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്നാണല്ലോ. ഹൈക്കോടതി ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ പ്രശംസിക്കുകയാണ് ചെയ്തത്. ഇതിലെ ഹൈക്കോടതി ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇതിനിടയ്ക്ക് ഇതിലൂടെ കള്ളനും പോലീസും ഒരാളായിട്ട് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് കോടതിയുടെ, ഞാൻ പറയട്ടെ, കോടതിയുടെ മുമ്പേ എത്തുന്ന രേഖകൾ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുക്കുന്ന രേഖകളാണ്. അപ്പോൾ ആ രേഖകൾ അവിടെ ചെല്ലുമ്പോൾ അതിനെ വെച്ച് വിലയിരുത്താനല്ലാതെ കോടതി നേരിട്ട് ഇതിൽ അന്വേഷണം നടത്തിയിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം പോകുന്നത്. ഇത് CPMന്റെയോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെയോ ഒരു പിഴവുമില്ല. അവരാരും ഇതിന് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ തന്റെ ഇടത്തോടെ പറയട്ടെ, CBI അന്വേഷിച്ചോട്ടെ. എന്തിനു ഇവർ ഭയപ്പെടുന്നു? ഇപ്പൊ ഞാൻ എന്റെ കാര്യത്തിൽ പറഞ്ഞല്ലോ, ഏത് ഏജൻസി അല്ല, ഇനി കോടതിയിൽ നിങ്ങൾ ഫയൽ ചെയ്തോ, സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തോ, എന്തുകൊണ്ട് ആ തന്റെ ഇടം ഈ പറയുന്ന പിണറായി വിജയന് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ LDF ഗവൺമെന്റിനില്ല? ഇവിടെ നമ്മൾ ആരോപണങ്ങളല്ല, കോടതിക്ക് വിലയിരുത്തുന്നത് അവരുടെ മുന്നിലുള്ള റെക്കോർഡുകൾ വെച്ചിട്ട്. അത് ആരാണ് കൊടുക്കുന്നത്? ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര്. കോടതി നേരിട്ട് അന്വേഷണം നടത്തിയിട്ടില്ല. ഇവിടുത്തെ പ്രശ്നം ശബരിമലയിൽ കളവ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. അതിൽ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല എന്ന് ഈ ഗവൺമെന്റ് തന്റെ അടുത്തോട് പറയാൻ പറ്റുമെങ്കിൽ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ. CBI അന്വേഷിക്കട്ടെ, ED അന്വേഷിക്കട്ടെ. ഞങ്ങൾക്ക് യാതൊരു പരിഭ്രമവും ഒരു പേടിയുമില്ല എന്ന് തന്റെ അടുത്തോടെ പറഞ്ഞിട്ട് ഇന്ന് തന്നെ കൊടുക്കട്ടെ. അപ്പോൾ യഥാർത്ഥ പ്രതികൾ വരും. ഇവിടെ ഒരിക്കലും ഒരു ക്ഷേത്രങ്ങളും ഒരു പള്ളികളും കൊള്ളയടിക്കപ്പെടാൻ പാടില്ല. ഇവിടെ വിശ്വാസികളാണ് ക്ഷേത്രങ്ങളും പള്ളികളും ഭരിക്കേണ്ടത്. അതിന് പകരം എന്താണ്? രാഷ്ട്രീയക്കാരെ കുത്തി നിറച്ച് നാട് മുഴുവൻ കട്ട് ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് അതിനുശേഷം ക്ഷേത്രങ്ങളും പള്ളികളും കയറി കൊള്ളയടിക്കുന്ന സമീപനം എടുത്തു. ക്ഷേത്രങ്ങള് വിശ്വാസികൾ ഭരിക്കണം, അവിടെ നിന്ന് രാഷ്ട്രീയക്കാരെ പടിക്ക് പുറത്ത് നിർത്തണം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇതിനെല്ലാം പരിഹാരമാകും. ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ താങ്കൾ തന്നെ ഹർജിയിലെ കക്ഷിയാണല്ലോ, CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിട്ടുള്ളതാണ്. അപ്പോ താങ്കൾക്ക് അത് കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയതുകൊണ്ടാണ് ഈ അന്വേഷണം കേസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നത്തെ സ്ഥിതിനെ കുറിച്ചല്ല കമന്റ് ചെയ്യുന്നത്. കേസ് കംപ്ലീറ്റ് ആയോ? അല്ല, എന്റെ കേസ് ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ഷാഹുജി പറഞ്ഞ പോലെ ഇവിടുത്തെ മുഖ്യമന്ത്രി നടത്തുന്ന സർക്കാരിന്റെ കീഴിലാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്. അദ്ദേഹം കുറച്ചെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, ഒരു ഒരു പേടിയില്ലാത്തൊരു മുഖ്യമന്ത്രി ആണെങ്കിൽ പറയണ്ടേ, ഇത് മൾട്ടി ജൂറിസ്ഡിക്ഷണൽ ക്രൈമാണ്. ചെന്നൈയിൽ ഒരാളുണ്ട്, കർണാടകയിൽ ഒരാളുണ്ട്, കേരള പോലീസിന് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റില്ല, CBI റെഫർ ചെയ്യണം. ഇതെന്താണ് ഇഷ്യൂ? അല്ല, ഇത് ഞാനിപ്പോ രാമായണം പറഞ്ഞിട്ട് ആരാണ് ശ്രീരാമെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറഞ്ഞല്ലേ കൃത്യമായിട്ട്. ഈ സ്വർണ്ണക്കൊള്ള കണ്ടെത്തിയത് ഹൈക്കോടതിയാണ്, ഈ SIT ഫോം ചെയ്തത് കോടതിയാണ്, മേൽനോട്ടം വഹിക്കുന്നത് കോടതിയാണ്. സ്വാഭാവികമായ കേസ് CBIക്ക് വിടണമെങ്കിൽ തീരുമാനിക്കുന്നത് കോടതിയല്ലേ? അല്ല, ഞാൻ എന്താ പറഞ്ഞത്, മുഖ്യമന്ത്രിക്ക് ഇതിന്റെ പിന്നില്
സത്യം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഇത് റെഫർ ചെയ്യുന്നില്ല? ഇതാണ് ചോദ്യം. നിങ്ങൾ അവർക്കൊരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, നോ ഇഷ്യൂ. ഞാനല്ല അല്ല ഞാൻ കോടതിയാണ് പറഞ്ഞത് നിങ്ങളുടെ ഹർജിയിലാണ് കോടതി പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ എതിർക്കുന്നില്ലല്ലോ, അത് ഓക്കെ. ഞാൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രിക്ക് ഇതിനെ കുറച്ചൊരു സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ ഇത് എത്രയോ വിശ്വാസികളെ ദ്രോഹിച്ച ഒരു കാര്യമല്ലേ? ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ എനിക്ക് 100% ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് CBI അന്വേഷിക്കട്ടെ, ED അന്വേഷിക്കട്ടെ. പറഞ്ഞ എന്താണ് പ്രോബ്ലം? ഞാൻ ശരി, ഓക്കെ. ഇതിലെ ഒരു കാര്യം കൂടി, വേറൊരു വിഷയമാണ്. അതായത് ഈ ഇപ്പം ഈ ഒരു കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടെ ആൻഡ്രൂസ് താഴത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് PFIയുടെ ഇടപെടലാണ് ഈ കുർബാന തർക്കം. അങ്ങനെ ഒരു നിലപാട് BJPക്ക് ഉണ്ടോ? ഇതിലെ നമ്മള് രാഷ്ട്രീയവും ഈ പറയുന്ന മതവും രണ്ടായിട്ട് പോകണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾ. ഇത് രണ്ടും കൂടി കൂട്ടിയിണക്കാൻ പാടില്ല. നമ്മള് രാഷ്ട്രീയം മതത്തിലേക്കും കൊണ്ടുവരുന്നതും മതം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതും തെറ്റാണ്. ഞങ്ങൾ ആരുടെയും ഒരു ഭാഗം ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളല്ല. നീതി നടപ്പിലാക്കണം, ഏതാണോ ശരി അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ ഈ പറയുന്ന വിഭാഗങ്ങളെ മാത്രമല്ല, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ആയിക്കോട്ടെ, പല വിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിച്ച് അവിടെ നിന്ന് രക്തം കുടിക്കുന്ന ആളുകളാണ് LDFും UDFും. ഒരിക്കലും കേരളത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ LDFനോ UDFനോ പരിഹരിക്കാൻ സാധിക്കില്ല. അവര് പരിഹരിക്കാൻ ശ്രമിക്കുകയുമില്ല. കാരണം ഇതൊരു കറവ പശുവാണ് അവരെ സംബന്ധിച്ച്. അപ്പോ അത് പരിഹരിക്കുക, യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കി, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഹോം മിനിസ്റ്റർ ആയിക്കോട്ടെ, അവർ ഇടപെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇടപെടിപ്പിച്ച് അതിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ചോദ്യം BJP അധ്യക്ഷനോടായിരുന്നു. ഇതിൽ BJP 2020 NDA ഞങ്ങൾ രണ്ടുപേരും ഒറ്റ പ്രസ്ഥാനത്തിന്റെ ഒരു കൊടയുടെ കീഴിൽ ഒന്നിച്ച് ഒരു മനസ്സായിട്ട് രണ്ട് ശരീരമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. BJPന്റെ കോർ ഐഡിയോളജി നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ അങ്ങനെ അത് തെറ്റാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കോർ ഐഡിയോളജി വികസനം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം. ഇത് 2014 നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ ആയി കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്, സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ്. അപ്പോ ഞങ്ങളുടെ ഐഡിയോളജിനെ കുറിച്ച് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഇതാണ് പറയാം. നിങ്ങളത് തീരുമാനിച്ചാൽ അത് തെറ്റാണെന്ന് ഞാൻ പറയും, അത്രയാണ്.